അറിയാണ്ടാ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗലാട്ട കല്യാണം മിനി സീരീസിന്റെ 2ാമത്തെ എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരാടാ, എന്നാലേ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലാവൂ. ആകെ ഒരൊറ്റ എപ്പിസോഡ് ഇറക്കിയിട്ടുള്ളൂ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അധികം വൈകാതെ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. ഇപ്പോൾ കാണിക്കുന്നത് ആ വലിയ മാൻഷനിലാണ്. അവിടെ ആറമ്മിൻ്റെ അമ്മ അവനെ ഓട്ടിക്കുവാണ്. കയ്യിലൊരു പാനും ഉണ്ട്. ഡേ നിക്കടാ. അയ്യോ അമ്മ, ഞാനത് ചെയ്തില്ല. നീ തന്നെ ചെയ്തത്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ അല്ലാണ്ട് വേറെ ആരും അത് ചെയ്യില്ല. അയ്യോ, ഞാനത് എടുത്തിട്ട് പോലുമില്ല. മര്യാദയ്ക്ക് അവിടെ നിന്നോ, എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട. നീ എന്തിനാണ് അത് ചെയ്തത്? അയ്യോ, ഞാനല്ല. എത്ര തവണ പറയണത്? നീ ഇനി എത്ര തവണ പറഞ്ഞാലും ഒരു കള്ള സത്യമാവാൻ പോകുന്നില്ല. അമ്മ, നിങ്ങൾ എന്നെ വിശ്വസിക്കേ. എങ്ങനെ വിശ്വസിക്കും? നീയല്ലേ ആള്, നീ തന്നെ ചെയ്തത്. എനിക്കൊന്നും കേൾക്കണ്ട. അയ്യോ ഡേയ് നിക്കടാ അവിടെ. കുറെ നേരം എന്നെ ഇങ്ങനെ ഓട്ടിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്തിനാണ് അത് ചെയ്തത്? അയ്യോ കേട്ട് തള്ളേ, നിങ്ങളോടല്ലേ ഞാൻ ഈ പറയുന്നത്. ഞാനത് എടുത്തിട്ടില്ലാന്ന്. ഓഹോ, നീ എന്നെ തള്ളേന്ന് വിളിക്കുന്നോടാ ഊളെ എന്നും പറഞ്ഞ് കയ്യിലിരുന്ന് ആ പാൻ എടുത്ത് നേരെ എറിയുവാണ്. അത് കറക്റ്റ് കൊള്ളുന്നത് ആറമ്മിന്റെ പിറന്തലക്കിട്ടാണ്. അയ്യോ എന്റെ തല, ഞാനത് ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞേ. അപ്പോ അമ്മ ഓടി വന്ന് ആ പാൻ എടുത്ത് നോക്കുമ്പോ ഒരു സൈഡ് ചളുങ്ങിയിരിക്കുവാണ്. എന്റെ പാൻ നീ ചളുക്കിയല്ലേടാ? കളിമണ്ണിൽ അടിച്ചാ ചളുങ്ങി പോകുന്ന പാനായിരുന്നു അത്. കടക്കാരൻ എന്നെ പറ്റിച്ച്. ഓ, സ്വന്തം മോന്റെ തല തല്ലി പൊടിച്ചിട്ട് തൊള്ളയുടെ കടക്കാരനും പാനും. ആഹാ, മോനിവിടെ നിക്ക. എന്തായാലും ചളുങ്ങാനുള്ള ചളുങ്ങി. ഇനി ഇത് യൂസ് ചെയ്തിട്ട് കളയാം എന്നും പറഞ്ഞ് ആറമ്മിനോട് ഒരൊറ്റ അടി കൊടുക്കാണ്. വീണ്ടും ആ പാൻ വെച്ച് തന്നെ ആ അടി കൊണ്ട് സ്ലോമോയില് വന്ന് വീഴാണ്. അവിടെ വീണ് കിടന്ന് തന്നെ. അയ്യോ, ഞാനത് ചെയ്തില്ല. ആ സമയം ആറമ്മിന്റെ മുമ്പില് ഒരു രൂപം വന്ന് നിൽക്കുവാണ്. എന്നിട്ട് ആറമ്മ് നിവർന്ന് മുകളിലേക്ക് നോക്കുമ്പോ ഒരു വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് ഒരു വലിയ രൂപം ഇങ്ങനെ നിൽക്കുവാണ്. ആറമ്മിനെ തന്നെ നോക്കി. മുത്തശ്ശ, ഡേയ് നീ എന്തുവാടാ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല മുത്തശ്ശ. ഈ അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ആണോടി മോളെ? അയ്യോ എന്റെ പൊന്നച്ച, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയതല്ല. ഇവനാ എല്ലാത്തിനും കാരണം. എന്നിട്ട് തല തടവി പതിയെ എഴുന്നേറ്റ് നിൽക്കുവാണ് ആറാം. എന്റെ പൊന്നു മുത്തശ്ശ, ഞാനല്ല. ഇവിടെ ഡെപ്പയുടെ അത്ര വലിപ്പമുള്ള കുറെ എണ്ണങ്ങളില്ലേ, അതുങ്ങളാ. ഓ പിന്നെ, നീ തന്നെ അതെടുത്തേ. ഞാനതെടുത്ത് മാറ്റി വെച്ചപ്പോഴേ നിനക്ക് അതിലൊരു കണ്ണുണ്ടായിരുന്നു. എന്നിട്ട് ആ പാവം കുഞ്ഞു പിള്ളേരുടെ തലക്കിടാൻ നോക്കുവാണ് ഈ മുതുക്കൻ. അച്ഛൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആ സാധനം എടുത്ത് ഏറ്റവും മുകളിലാണ് വെച്ചത്. 2 ഇഞ്ച് മാത്രം നീളമുള്ള ആ പിള്ളേരെ ഇതെങ്ങനെ എടുക്കും ഈ മുതുക്കൻ ഇവിടെ ഉള്ളപ്പം? എന്റെ തലയ്ക്ക് തന്നെ ഇത് കൊണ്ടിടാൻ നിങ്ങൾക്ക് എന്താമ്മ എന്നോട് ഇത്ര വൈരാഗ്യം? എന്റെ പൊന്നമ്മ, ഞാനത് എടുത്തിട്ടില്ല. നീ തന്നെ 100 വട്ടം നീ തന്നെ. അമ്മ, ഞാൻ ആ കേക്ക് പീസ് എടുത്തിട്ടില്ല. എനിക്കൊരു കണ്ണ് അതിലുണ്ടായിരുന്നു എന്നുള്ളത് നേരാ. ഞാൻ എൻ്റെ മനസ്സാ വാചാ കർണാടക അറിയാത്ത കാര്യമാണ് അമ്മ ഈ പറയണത്. ദാറ്റ്സ് ഹേർട്ട് മമ്മി, ദാറ്റ്സ് ഹേർട്ട്. നീ ഇനി എത്രയൊക്കെ എക്സ്പ്രഷൻ ഇട്ട് ചളാക്കിയാലും നീ തന്നെ എടുത്തത്. എടാ, നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുത്താൽ പോരെ, പ്രശ്നം തീരൂലേ? എന്റെ പൊന്നുമുത്തശ്ശ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഞാൻ നിങ്ങളുടെ വയസ്സൊന്നും നോക്കൂല. എന്താന്ന്? അത് മുത്തശ്ശ ദേഷ്യം വന്ന് പറയാണ്ട് വന്നതാ. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ആ കേക്ക് പീസ് ആരാ എടുത്തതെന്ന് അറിയണം. അത് നീ തന്നെ എടുത്തത്. അയ്യോ, ബാ ഇവിടെ എല്ലായിടത്തും ക്യാമറാസ് ഉണ്ടല്ലോ. ആരെടുത്തെന്ന് ഇപ്പോൾ തെളിയിച്ചു തരാം എന്നും പറഞ്ഞ് മുത്തശ്ശൻ്റെ റൂമിൽ പോയി CCTV ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ അവിടുത്തെ കുട്ടിപ്പട്ടാളം തന്നെയാണ് ആ കേക്ക് പീസ് എടുത്തത്. കണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അപ്പം എന്നെ വെറും പുച്ഛം. ഇപ്പം എങ്ങനെ ഇരിക്കണ് അമ്മ? ഇപ്പം നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ആറമ്മിൻ്റെ അമ്മ ഇപ്പോഴും ഇതെങ്ങനെ സംഭവിച്ചു എന്ന അഗാധമായ ചിന്തയിലാണ്. അപ്പോൾ മുത്തശ്ശൻ, എന്നാൽ ഈ കുരുട്ടടക്കികള്. അയ്യോ മുത്തശ്ശ, ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പോ എൻ്റെ പാത്രത്തിൽ ഇതുങ്ങളൊരു പല്ലിയെ കൊണ്ടുവന്നിട്ടു. പേടിച്ച് കയ്യിലിരുന്ന ഫുഡ് എൻ്റെ മേത്തൂടെ വീണ്. എല്ലാം നുള്ളിപ്പറക്കി നോക്കിയപ്പോ അത് ഒറിജിനൽ പല്ലി അല്ലായിരുന്നു മുത്തശ്ശ. പിന്നെ ഇത് പ്ലാസ്റ്റിക് പല്ലിയായിരുന്നു. പിന്നെ വേറൊരു ദിവസം ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ എൻ്റെ ഫ്രണ്ടിലെ 2 പല്ലില് കരിവാരി തേച്ച് ബാക്കിയുള്ള എല്ലാണ്ടും കൂടി എൻ്റെ വായും കിളിച്ചു വെച്ച ഒരു ഫോട്ടോ എടുത്ത് FB പോസ്റ്റ് ഇട്ട്. അപ്പൊ മുത്തശ്ശ ഫോൺ എടുത്ത് നോക്കാൻ പോവാണ്. നോക്കണ്ട, മുത്തശ്ശൻ്റെ ഇത് ഓൾറെഡി അതുങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇട്ടാ? ആന്നേ, ഇപ്പൊ തന്നെ ഒരു നഴ്സറി സ്കൂൾ തുടങ്ങാനുള്ള പിള്ളേരുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ നഴ്സറിക്ക് വിട്ടാണ്ടല്ലോ, പിറ്റേന്ന് ആ സ്ഥലം കത്തിച്ചിട്ട് വരും ഇതുങ്ങള്. മുത്തശ്ശ, ഇതിനെയൊക്കെ വല്ല മിലിറ്ററി സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം. അങ്ങനെയെങ്കിലും കുറച്ച് അനുസരണ പഠിക്കട്ടെ. നീ പറഞ്ഞു വരുന്നതും കറക്റ്റാ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതേ ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ളൂ. എന്നിട്ട് മുത്തശ്ശനും അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആറാം, സക്സസ്.
നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതലുണ്ടവനോട് തന്നെ നീയൊക്കെ കളിക്കണം. കാണിച്ചരാം. അപ്പോഴും ആറമ്മിൻ്റെ അമ്മ മാത്രം എന്നാലും ഇത് എങ്ങനെ ശരിയാവും? മമ്മിയെ എന്താണ് ഒരാലോചന? എന്നാലും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഡയർക്ക. പരട്ടത്തള്ള. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ എന്നെ വല്ല വേസ്റ്റ് കൂനിന്ന് എടുത്തോണ്ട് വന്നതാണോ? അയ്യേ, അങ്ങനെ എടുത്തോണ്ട് വരാനാണെങ്കിൽ ഞാൻ നല്ല നോക്കി എടുത്തോണ്ട് വരൂല്ലേ? നിന്നെ എടുത്തോണ്ട് വരുമോ? അങ്ങോട്ട് പോടേർക്ക. എന്നാലും അതെങ്ങനെ സംഭവിച്ചു? എന്നിട്ട് അമ്മയും അവിടെ നിന്ന് പോവാണ്. അപ്പൊ ആരം, ഈ തള്ളക്ക് എന്താ എന്നെ ഒരു വിലയില്ലാത്ത? ദൈവമേ, ഇനി എങ്ങാണോ എന്നെ ശരിക്കും വല്ലയിടത്തുനിന്ന് എടുത്തോണ്ട് വന്നതാണോ? അമ്മ. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ കാണിക്കുന്നത് ഒരു ഡാർക്ക് റൂമാണ്. ആ റൂമിൽ നിറയെ ടോർച്ചറിങ് എക്യുപ്മെന്റ്സ് ആണുള്ളത്. അവിടെ ഒരു സൈഡിലായിട്ട് ഒരാളെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ആ ആളുടെ ദേഹത്ത് നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ രക്തം ഒഴുകുന്നുണ്ട്. ആ ഇരുട്ട് റൂമിൽ നിന്നും ഒരാൾ രക്തം ഒഴുകുന്ന കത്തിയുമായി മറ്റൊരു റൂമിലേക്ക് കയറുവാണ്. ദേഹം മുഴുവനും രക്തം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട്. ആ ആള് വന്ന് ടേബിളിൽ കിടക്കുന്ന ഒരു ഫോട്ടോ എടുക്കുവാണ്. ആ ഫോട്ടോ ആരുടേതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുത്തശ്ശനും ആറമ്മും കൂടി നിൽക്കുന്ന ഒന്നാണ്. ആ ഫോട്ടോ വളരെ ക്ലിയർ ആയിട്ട് നോക്കുവാണ് ആ ആള്. ഇപ്പോഴാണ് അത് ആരാണെന്ന് കാണിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ജയ്ഹോപ്പാണ്. ഇതിലെ ആരാണാവോ തട്ടിക്കളയാനുള്ളത്? കൺഫ്യൂഷൻ എന്തിനാ, രണ്ടിനെ അങ്ങ് തട്ടിക്കളയാം. ഇനി എങ്ങനെ കൊല്ലണമെന്ന് മാത്രം പ്ലാൻ ഇട്ടാൽ മതി. അപ്പോൾ ടേബിളിൽ ഒരു കയറിരിപ്പുണ്ട്. ആ കയറെടുത്തിട്ട് ഈ കയർ വെച്ച് പുറകിലൂടെ വന്ന് കഴുത്തിലിട്ട് ഞെരുക്കി ശ്വാസം മുട്ടിച്ചാലോ? വേണ്ട വേണ്ട, ആ കയറ് പിടിച്ച് തിരിച്ച് എനിക്കിനി കുരുക്കിട്ടാലോ? വേണ്ട വേണ്ട, അപ്പോൾ കയറ് വേണ്ട, ഇറ്റ്സ് ടു ഡേഞ്ചറസ്. എന്നിട്ട് ആ കയർ അങ്ങനെ ആ ടേബിളിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് നീക്കി വെക്കുവാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഒരു ഹാമർ ഇരിപ്പുണ്ട്. ആ ഹാമർ എടുത്തിട്ട് ഇനി ഈ ഹാമർ വെച്ച് തലക്കടിച്ചു വന്നാലോ? വേണ്ട വേണ്ട, അതെങ്ങാനും അടിക്കാൻ ഒങ്ങുമ്പോൾ എവിടെയെങ്കിലും കുരുങ്ങിയിരുന്ന പിന്നെ എൻ്റെ തലമണ്ട അവന്മാരടിച്ച പൊട്ടിക്കും. സോ ഹാമർ വേണ്ട. ഈ വാൾ യൂസ് ചെയ്താലോ? വേണ്ട വേണ്ട, ഒരുപാട് രക്തം ചൊരിയും, പിന്നെ തെളിവ് നശിപ്പിക്കാനൊക്കെ പാടായിരിക്കും. എന്നാ പിന്നെ ഈ പിച്ചാത്തി പിടിയിൽ അങ്ങ് ഒതുക്കാം. വേണ്ട, അതും രക്തച്ചൊരിച്ചിൽ. എന്നിട്ട് അടുത്തിരിക്കുന്ന ഒരു പോയിസൺ ബോട്ടിൽ എടുത്തിട്ട് ഇത് മതി, സേഫ് ആൻഡ് ക്ലീൻ. അപ്പോഴാണ് അവിടെ രക്തം പുരണ്ട് കിടക്കുന്ന ആ രൂപം നേരെ കാണിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഒരു ഡമ്മിയാണ്. അത് ശരിക്കും ഹോബിച്ചൻ എങ്ങനെ ഒരാളെ ശാസ്ത്രീയമായി കൊല്ലാമെന്ന് പഠിച്ചതാണ്. അതായത് ഈ കൊലപാതകം ചെയ്യാനുള്ള ഒരു ഡമ്മി പ്ലാനിങ്. എന്നിട്ട് ജയ്ഹോപ്പ് കൊലപാതകത്തിന് വേണ്ടിയുള്ള എക്യുപ്മെൻസും എടുത്ത് ബാഗ് പാക്ക് ചെയ്യുവാണ്. ഒരു കത്തി, ഒരു ചെറിയ ഹാമർ, ഒരു കയറ്, ഒരു ഗണ്ണ്. പക്ഷേ പോയിസൺ എന്നും പറഞ്ഞ് എടുക്കുന്നത് മയങ്ങാനുള്ള ഒരു മെഡിസിനാണ്. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത ശേഷം ഹോബിച്ചൻ നേരെ ഫ്രിഡ്ജിനടുത്ത് ചെന്നിട്ട് ഒരു കുപ്പി വെള്ളം അങ്ങ് എടുക്കുവാണ്. ഈ ഒരു കുപ്പി വെള്ളം എടുത്തേക്കാം, ഇനി അവിടെ ചെന്ന് വാട്ടർ ടാങ്കിൽ പോയിസൺ മിക്സ് ചെയ്യേണ്ടി വന്ന് പിന്നെ വെള്ളം കിട്ടാണ്ട് ഞാൻ ചാവേണ്ടി വരും. ഡാർക്ക്. എന്നിട്ട് ആ വാട്ടർ ബോട്ടിലും എടുത്ത് ബാഗിൽ വെക്കുവാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ടേബിളിൽ തടവി പോകുന്ന വഴിക്ക് ഒരു സർജിക്കൽ ബ്ലേഡ് കിട്ടുവാണ്. എന്നിട്ടത് കഴുത്തിനടുത്ത് വെച്ച് കട്ട് ചെയ്യുന്ന പോലെ നോക്കിയിട്ട് ഇതൊന്നും അങ്ങേരുടെ പല്ലിനട കുത്താൻ പോലും കൊള്ളൂല എന്നും പറഞ്ഞ് അതെടുത്ത് കളയാൻ പോവാണ്. പക്ഷേ എന്തോ സ്ട്രൈക്ക് ചെയ്തിട്ട് അല്ലേ വേണ്ട, കൈ ഇരിക്കട്ടെ, വല്ല ആപ്പിളും കട്ട് ചെയ്ത് കഴിക്കാം. ഇനി ആപ്പിൾ കിട്ടിയില്ലേ അതിൻ്റെ പേരിൽ ആരെങ്കിലും പിടിച്ച് തട്ടിക്കളയാം. എന്നിട്ട് അവിടെ നിന്ന് ബാഗും എടുത്ത് ജയ്ഹോപ്പ് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താ ഇപ്പോൾ കാണിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ നല്ല കൂർക്കം വലിച്ച് മുഖത്തിൽ തൊപ്പിയൊക്കെ വെച്ച് ഒരു പോലീസ് ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ടേക്ക് ആ പോലീസ് സ്റ്റേഷനിലെ SI വരുവാണ്. ബാക്കിയുള്ള എല്ലാ പോലീസും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുമ്പോഴും ഇവിടെ ഇതൊന്നും അറിയാതെ ഒരാൾ ഇരുന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ആ SIയും മിസ്റ്റർ സൊഗ്ജൻ, ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് 2 ബജി എടുത്തുള്ളൂ സാർ. എന്ത് ബജി? എന്നിട്ട് എനിക്ക് എവിടെ ബജി? അത് സാറിൻ്റെ ബജിയും കൂടെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ SI തറപ്പിച്ചൊരു നോട്ടം നോക്കുവാണ്. ഡ്യൂട്ടി സമയത്താണോ അവിടെ ഉറക്കം? പിന്നെ ബജി തീറ്റി എല്ലാം കൂടെ ഞാൻ വലിച്ചു പറിച്ച് കളയുന്നുണ്ട് ഒരു ദിവസം. എനിക്ക് തരാണ്ട് ഒറ്റയ്ക്ക് തിന്നേക്കോ ചേട്ട. അല്ല സാറെന്താ ചോദിച്ചേ? സ്റ്റേഷനിലിരുന്നാണോ അവിടെ ഉറങ്ങണേന്ന്? ടയേർഡായിപ്പോയി സർ. എന്ത്? കാർഡ്സ് കളിച്ച് ടയേർഡായി പോയതായിരിക്കും അല്ലേ? അല്ല സർ, ആത്മാർത്ഥമായി ജോലി ചെയ്ത് നിർത്ത്. ആകെ ലൊക്കാലിറ്റിയിൽ കക്കാൻ പോലും അറിഞ്ഞൂടാത്ത 2 കള്ളന്മാരാണുള്ളത്. അവന്മാരെ കൃത്യമായിട്ട് പിടിക്കുകയും ചെയ്യും. പുറത്തു നിന്ന് റിയലായി കട്ടിട്ട് പോണവനെ പിടിക്കുകയില്ല. അതെൻ്റെ തെറ്റല്ലല്ലോ സർ. അല്ലടോ, എൻ്റെ തെറ്റാ, എൻ്റെ മാത്രം തെറ്റ്.
നിന്നെയൊക്കെ പോലുള്ള ബജിക്കള്ളന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച ഇങ്ങനെ ഇരിക്കും. ഒരു ബജി എടുത്തതിനാണ് ഇങ്ങനെ ഇത്ര ചാടണം. ഇന്ന് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? എന്തെങ്കിലും കേസ്, എന്തെങ്കിലും ഫയൽസ്? ഒന്നും ഉണ്ടാവില്ലെന്നറിയാം, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചതന്നേ ഉള്ളൂ. ആ പിന്നെ സാർ, ഇന്നൊരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരാ അത്? സാറിന് ഇപ്പം മനസ്സിലാവും. എന്നിട്ട് ജിന്നിന്റെ കയ്യിലെ ഫോണിലെ കോൾ റെക്കോർഡർ എടുത്ത് കേൾപ്പിച്ചു കൊടുക്കാണ്. അപ്പൊ ആ പേഴ്സൺ, ഹലോ സാർ, നാളെ ഞാനും എൻ്റെ ഏട്ടനും മിസ്റ്റർ ഹാനിൻ്റെ 8th ബ്ലോക്ക് വീട്ടിൽ അടിച്ചു മാറ്റാനേ പോണില്ല. ആ പരിസരത്ത് ആരും വരരുതേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് ഒരു പാവ അപരിചിതൻ. അപ്പോൾ SI തലയിൽ കൈവച്ചിട്ട്, അയ്യോ ദൈവമേ, ഇതുങ്ങളെ കൊണ്ട്, ഇതാ ഞാൻ പറഞ്ഞത്, ഇതിനെയൊക്കെ കൊണ്ട് കക്കാനും അറിയാൻ പാടില്ല, നിൽക്കാനും അറിയാൻ പാടില്ല. ഇത്രയും മണ്ടന്മാരെ എൻ്റെ സർവീസ് ലൈഫിൽ ഞാൻ കണ്ടിട്ട് കൂടിയില്ല. ആ സാർ, ഇവന്മാർ കടയിൽ കയറി കക്കാൻ നോക്കിയാലും കടക്കാരനൊന്നും പറയില്ല. എല്ലാം കെട്ട് പുറത്തിറങ്ങുമ്പോൾ ആ ഇളയവൻ വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ആ എടുത്ത സാധനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അത് എടുത്തിട്ടേ ഇല്ല എന്ന് വിളിച്ചു പറയും. ആ എടുത്ത സാധനം അവിടെ ഇട്ടിട്ട് അവന്മാരങ്ങോടും. ദൈവമേ, ഇങ്ങനെയുണ്ടോ മണ്ടന്മാർ? ഉണ്ട് സാർ, ഉണ്ട്. അവന്മാർക്കാണെങ്കിൽ ഒരു പണി മര്യാദയ്ക്ക് എടുക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ തനിക്കാ പൊന്നക്കളവൻ. ചുമ്മാ ചുമ്മാ ചോക്ക്. അത് മനസ്സിലായി സാർ. ആ അതൊക്കെ വിട്. നാളെ നമ്മുടെ ചോയ് സാറിൻ്റെ കൊച്ചുമോളുടെ വെഡ്ഡിങ് റിസപ്ഷനാണ്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോവും. പിന്നെ കുറേ VVIPs ഒക്കെ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ വരണോ സാർ? വേണ്ട. ഞാൻ പറയാൻ വന്നത്, ഒരു കാരണവശാലും ആ 2 മണ്ടന്മാരും ആ റിസപ്ഷന് എത്താനേ പാടില്ല. 2 പേരുടെ മേത്തും തൻ്റെ 2 കണ്ണും ഉണ്ടാവണം. മനസ്സിലായോ? യെസ് സാർ. ഓ എൻ്റെ ചെവി, പതുക്കെ പറഞ്ഞാൽ മതിയിടോ, എൻ്റെ ചെവിക്കൊരു കുഴപ്പമില്ല. ആ പിന്നെ ആ 2 വന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തനിക്കായിരിക്കും പണിഷ്മെന്റ്. ഇതും പറഞ്ഞ് ആ SI അങ്ങേരുടെ ക്യാബിനിലേക്ക് കയറി പോവാണ്. അപ്പോൾ ജിന്നിന്റെ മൈൻഡ് വോയിസ്, അയ്യോ ഈ കാലമാടനോട് ഏത് നേരത്താണാവോ ഇതൊക്കെ പറയാൻ തോന്നിയത്? കഷ്ടപ്പാട് മുഴുവൻ ഞങ്ങളെ പോലുള്ളവർക്ക്, നല്ല ലൈഫ് എല്ലാം ഇങ്ങേർക്കും. ഇതൊരു ലൈഫാണോ ഞങ്ങൾക്ക്? അപ്പോൾ അവിടെ നിന്നോ മറ്റൊരു കോൺസ്റ്റബിൾ വന്നിട്ട്, അപ്പോൾ സാറ് നാളെ കല്യാണ റിസപ്ഷന് പോകുന്നില്ലേ? അതെങ്ങനെ നടക്കാൻ എൻ്റെ പൊന്നു സാറേ? SI പറഞ്ഞത് സാറും കേട്ടതല്ലേ? നാളെ ഞാനും എൻ്റെ ഈ 2 കണ്ണും ആ 2 പൊട്ടന്മാരുടെ മേലിൽ തന്നെ ആയിരിക്കണമെന്ന്. ഷോ എൻ്റെ പൊന്നു സാറേ, അത് വല്ലാത്ത കഷ്ടമായിപ്പോയല്ലോ. സാറേ സാറേ എന്ന് വിളിച്ച എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കല്ലേ. അല്ല, നിങ്ങളൊക്കെ നാളെ റിസപ്ഷൻ പോവുമല്ലേ? ഞങ്ങളെ നാളെ റിസപ്ഷന് വിളിച്ചിട്ടുണ്ട്. ഓരോരുത്തരായിട്ടായിരിക്കും അല്ലേ സാറേ പോവാ? പിന്നെ ഇവിടെ കേസും പ്രതികളും ഒരുപാടുണ്ടല്ലോ. ഒറ്റ പ്രതി സെല്ലിനകത്തില്ല. എല്ലാവരും ഒരുമിച്ചായിരിക്കും പോയിട്ട് വരാം. അതും ശരിയാ. അപ്പോഴേക്കും ആ കോൺസ്റ്റബിൾ അവിടെ നിന്ന് പോവാണ്. നിങ്ങൾ പോയി നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് വാ. എൻ്റെ തലവിധി. ദൈവമേ, ഈ SI കാലിന് വയറിളക്കി ചാവണേ. എന്താന്ന്? ഒന്നുമില്ല സാർ. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ കാണിക്കുന്നത് ഒരു ഡാർക്ക് ആൻഡ് ഹൊറിബിൾ പ്ലേസ് ആണ്. അവിടെ ഒരാൾ വന്ന് ടേബിളിൽ കിടക്കുന്ന ഒരു ഫോട്ടോ എടുക്കുവാണ്. അത് നമ്മുടെ ചോയ് മുത്തശ്ശൻ്റെ ഫോട്ടോ ആണ്. അതെടുത്ത് വാളിൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് കൊടുത്ത് പിൻ ചെയ്ത് വയ്ക്കുവാണ്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് കുറച്ച് മാറി മുന്നോട്ട് പോയിട്ട് ഒരു കത്തി എടുത്ത് എറിയുവാണ്. നേരെ വന്ന് ചോയ് മുത്തശ്ശൻ്റെ ഫോട്ടോയുടെ മുഖത്ത് തന്നെ കുത്തി തുളയ്ക്കുവാണ്. ഐ എം കമ്മിങ് ഫോർ യു എന്ന് പറഞ്ഞൊരു ഈവിൾ സ്മുർക്കോട് കൂടി അയാൾ അവിടെ അങ്ങനെ നിൽക്കുവാണ്. ടു ബി കണ്ടിന്യൂഡ്. അടുത്ത നല്ലൊരു FFI വരുന്നത് വരേക്കും ബൈ. ടേക്ക് കെയർ. ലവ് യു സോ മച്ച്. സാരംഗി ബുക്ഷിപ്പോ. മിസ് യു സോ മച്ച്.